ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. ഏറ്റവും കൂടുതൽ തവണ ദേശീയ അവാർഡുകൾ നേടിയ മലയാള സിനിമാ നടൻ ആരാണെന്ന് അറിയാമോ? ഏറ്റവും കൂടുതൽ തവണ ദേശീയ അവാർഡുകൾ നേടിയ മലയാള സിനിമാ നടൻ ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ്? മോഹൻലാലാണ്. ആരാണ്? മോഹൻലാലാണ്. 8 തവണ അദ്ദേഹത്തിന് ദേശീയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്, ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 8 തവണ അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് ആരാണ്? അതുപോലെ തന്നെയാണ് മോഹൻലാലാണ് കേട്ടോ. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് മോഹൻലാൽ. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് 25-ലാണ് അത് മോഹൻലാലിന് നൽകിയത് കേട്ടോ. അദ്ദേഹം രാഷ്ട്രപതിയിൽ നിന്നും ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങുകയുണ്ടായി. അതുപോലെ തന്നെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? അതുപോലെ തന്നെയാണ് മോഹൻലാലാണ്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മോഹൻലാൽ. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നടന വിസ്മയം എന്നറിയപ്പെടുന്ന ആരാണ്? അതുപോലെ തന്നെയാണ് മോഹൻലാലാണ്. നടന വിസ്മയം മോഹൻലാൽ. അതുപോലെ തന്നെ ശുഭയാത്ര പദ്ധതിയുടെയും മൃതസഞ്ജീവനി പദ്ധതിയുടെയും അംബാസഡർ ആരാണ്? അംബാസഡറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാണ് മോഹൻലാൽ കേട്ടോ. അതുപോലെ പറയുകയാണെങ്കിൽ മോഹൻലാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ ആത്മകഥയാണ് ഹൃദയത്തിൻ്റെ കയ്യൊപ്പ്. അതുപോലെ ഹൃദയത്തിൻ്റെ കയ്യൊപ്പ്, സമ്മോഹനം തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് അല്ലെങ്കിൽ ബുക്കുകളാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം ടെലിവിഷൻ ഷോയുടെ അവതാരകൻ ആരാണ്? മോഹൻലാലാണ്. ബിഗ് ബോസ് മലയാളം ടെലിവിഷൻ ഷോയുടെ അവതാരകൻ ആരാണ്? മോഹൻലാൽ.